ഐഫോൺ ആണോ? നജാത്തിന് സംസാരിക്കാം. നജാത്ത് ആ തൽക്കാലം ഇപ്പൊ ഇവരെ മാത്രം ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഹസീന മാം. നിങ്ങൾ ക്ലാസ് എടുത്തോളൂ. ഓക്കെ. അങ്ങനെ ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നജാത്ത് ഒന്ന് അവരെ മ്യൂട്ട് എടുത്ത് കൊടുക്കണേ. ആർക്കാണോ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ മ്യൂട്ട് എടുത്ത് കൊടുക്കണേ. അപ്പൊ റഷിദ മാം ഇതില് പെടാത്ത ആരെങ്കിലും ഐഫോൺ ആണെങ്കിൽ കട്ടാക്കി എല്ലാം കട്ടാവോ? അവര് ഹോസ്റ്റ് ആണെങ്കിൽ അവര് ലെഫ്റ്റ് ആയ മ്യൂട്ടിംഗ് ഹെൻഡ് ആവും. ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അങ്ങനെ ആരും ഇല്ലല്ലോ അപ്പം ഹോസ്റ്റ് ആയിട്ടില്ലല്ലോ. നേരത്തെ ആ ഷമീറ അയ്യാർ അവരുടെ ഐഫോൺ ആണ് തോന്നുന്നു. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അവര് തിരിച്ചു കയറിയിട്ടില്ല. എന്തെങ്കിലും കട്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം കേട്ടോ. ആരെങ്കിലും ഞാൻ അറിയില്ല, കാരണം ഞാനിപ്പോ ഇടയ്ക്ക് ചോദിച്ചതുകൊണ്ട് അറിഞ്ഞത്. ഞാനിപ്പോ ഇറങ്ങാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നജാത്ത് എന്തെങ്കിലും ആരെങ്കിലും ഹോസ്റ്റ് ആക്കണമെങ്കിൽ ഹോസ്റ്റ് ആക്കിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. നജാത്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെയാണ്. മാഷാഅല്ലാ അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് 110 ആളുണ്ട്. 110 ആളുണ്ട്. ഓക്കെ അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാവേ. അപ്പൊ റെക്കോർഡിംഗ് ആണല്ലോ? അതെ അതെ, ഇതൊക്കെ റെക്കോർഡിംഗിൽ പോയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا فنعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് നമ്മുടെ ഈ ഒത്തുകൂടല് എന്ന് നിയത്ത് നന്നായിട്ട് പുതുക്കുക. അതുകൊണ്ട് ശൈത്താന്റെ ഷർറിനെ തൊട്ട് നന്നായിട്ട് കാവൽ തേടുക. അള്ളാഹുവിന്റെ പരമകാരുണികനും കരുണാനിധിയും അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ തുടങ്ങുന്നു എന്ന് എല്ലാവരും നന്നായിട്ട് ഒന്നുകൂടെ നിയത്ത് ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാ. ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴി. അൽഹംദുലില്ലാ. നമ്മള് 13ാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് ഇതുവരെ പഠിച്ചത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തിയിട്ട് പോകാം. ഇതുവരെ പഠിച്ച മൊത്തം കാര്യങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞു അറബിക് പദങ്ങളെ, ഭാഷയെ അറബിയിൽ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു അല്ലെ? പദങ്ങളെ, അറബിക് പദങ്ങളെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു. 1 നാമം, 2 അവ്യയം, 3 ക്രിയ. നാമം, ഒന്നാമത്തെ നാമം എന്ന് പറഞ്ഞാല് പേര്, ആളുകൾ, സ്ഥലം അല്ലെങ്കിൽ ആശയം, ഇവയുടെയൊക്കെ നാമത്തെ അല്ലെങ്കിൽ പദത്തെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന് പകരം നിൽക്കുന്ന പ്രധാനപ്പെട്ട 7 സർവനാമങ്ങൾ നമ്മൾ പഠിച്ചു. നാമത്തിന് പകരം നിൽക്കുന്ന സർവനാമങ്ങൾ, അതായത് ഹുവാഹും, അൻത അൻതും, അനാ നഹ്നു, ഹിയ, അല്ലെ? അപ്പൊ ഇവ കൊണ്ട് നാമങ്ങളോട് എങ്ങനെ ആഡ് ചെയ്ത് പറയുമെന്ന് നമ്മൾ ഉദാഹരണത്തിലൂടെ പഠിച്ചു. പ്രധാനപ്പെട്ട ഇവയാണ് അറബി ഭാഷ നിയന്ത്രിക്കുന്ന സർവനാമങ്ങൾ എന്ന് മനസ്സിലാക്കി ഇവ കൊണ്ട് എങ്ങനെയാണ് ഒരു നാമത്തോട് ആഡ് ചെയ്ത് എങ്ങനെ പറയുമെന്ന്. ഫോർ എക്സാമ്പിൾ റബ്ബ് വെച്ച് പറഞ്ഞു അല്ലെ? റബ്ബുഹും, റബ്ബിന്റെ കൂടെ ഹുവാഹും അൻത അൻതും അനാ നഹ്നു ആഡ് ചെയ്യാണ്. എങ്ങനെ പറയും? റബ്ബുഹും. എല്ലാരും ഒന്നും കൂടെ പറഞ്ഞേ. റബ്ബുഹും, റബ്ബുക റബ്ബുക്കും, റബ്ബി റബ്ബുന, റബ്ബുഹ. അപ്പൊ എല്ലാരും കൈകാട്ടി തന്നെ വിത്ത് TPയോട് കൂടി തന്നെ പറയണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? അവ്യയങ്ങൾ അല്ലെ? അതായത് കുഞ്ഞു വാക്കുകൾ, ഒറ്റ അക്ഷരം, 2 അക്ഷരം ഒറ്റയൊക്കെ വരും. പക്ഷെ അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അർത്ഥം പൂർണ്ണമാകില്ല, ഒന്നിലൂടെ ചേരുമ്പോൾ മാത്രം, അല്ലെ? ഫോർ എക്സാമ്പിൾ എന്തൊക്കെ പഠിച്ചു? ആർക്ക് പറയാം? നജാത്ത് ഒന്ന് പറഞ്ഞേ. നജാത്ത് ഒന്നുകൂടി പറയോ? നമ്മുടെ അവ്യയങ്ങൾ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട് അല്ലെ? കുഞ്ഞു വാക്കുകൾ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എങ്ങനെ ഈ സർവനാമങ്ങളെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെ? ഫോർ എക്സാമ്പിൾ
മിൻ മിൻ വെച്ചിട്ട് ഹുവ ചേർത്ത് എങ്ങനെ പറയും? ഹുവാഹും അൻത അൻതും അനാ നഹ്നു. മിൻഹും മിൻഹും. ബാക്കി ഒരാൾ പറഞ്ഞേ. മിന്ന മിൻഹ. മാഷാ അല്ലാഹ്. അടുത്ത ഇല വെച്ചെന്ന് പറഞ്ഞേ. ഇല ഇല പ്ലസ് ഹുവ. ഇലൈഹ. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പൊ അവയവങ്ങളോടൊപ്പം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അടുത്ത് പഠിച്ച പ്രധാന ഭാഗമാണ് ക്രിയകൾ അല്ലെ. ക്രിയകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയകൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെ. പ്രവൃത്തി ഒരു കാലവുമായി ബന്ധപ്പെട്ടത് അല്ലെ. ഒന്നുകില് കഴിഞ്ഞതാവാം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതാവാം അല്ലെ. അപ്പോ ഇത് രണ്ടും നമ്മൾ എങ്ങനെയാണ് കണ്ടത്? അതായത് ഫോർ എക്സാമ്പിൾ ഫതഹ അല്ലെങ്കിൽ ഫഅല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താണ് നോർമൽ ഉള്ള വെർബുകൾ അല്ലെ നമ്മൾ എടുത്തു. ഫഅല അല്ലെങ്കിൽ ഫതഹ. എങ്ങനെയാ ഫതഹയില് ഹുവാഹും അൻത അൻതും അനാ നഹ്നു എങ്ങനെയാ ആഡ് ചെയ്ത് നമ്മൾ കാണുക? എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ. വലതുവശത്തേക്ക് കൈ ചൂണ്ടി. അടുത്തത് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. പിന്നെ കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? ലാ തഫ്തഹു. പിന്നെ കർത്താവ് കർമ്മം ക്രിയാധാതു ഫാത്തിഹുൻ മഫ്തൂഹുൻ ഫാത്തിഹുൻ. പിന്നെ സ്ത്രീലിംഗം എങ്ങനെ ഇരിക്കും? ഹിയ ഫതഹത് തഫ്തഹു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതാണ് നമ്മള് ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന പ്രധാന ഭാഗങ്ങൾ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. നോർമലി പുല്ലിംഗ ബഹുവചന ഏകവചനം എങ്ങനെ ഇരിക്കും? അതിന്റെ ബഹുവചനം എങ്ങനെ ഇരിക്കും? മുഅ്മിനുൻ. അതിന്റെ ബഹുവചനം എങ്ങനെ ഇരിക്കും? മുഅ്മിനൂന അല്ലെങ്കിൽ മുഅ്മിനീന അല്ലെ. അപ്പൊ മുഅ്മിനത്തുൻ ഒരു സ്ത്രീലിംഗ ഏകവചനം മുഅ്മിനത്തുൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബഹുവചനം എങ്ങനെ ഇരിക്കും? ആർക്ക് പറയാം? മുഅ്മിനാത്തുൻ. മാഷാ അല്ലാഹ്. സ്വാലിഹത്തുൻ സ്വാലിഹാത്തുൻ. മാഷാ അല്ലാഹ്. കാഫിറത്തുൻ കാഫിറാത്തുൻ അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അല്ലാതെ ഇന്നമാ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇന്നമ പിന്നെ എന്താ? മായുടെ 3 അർത്ഥങ്ങൾ ഏതൊക്കെ പഠിച്ചു? മായുടെ എങ്ങനെയൊക്കെ പറയും? മായ്ക്ക് മാ വന്നാല് എന്താണോ അത്. പിന്നെ എന്ത് പറയും? ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെ. എന്തെന്ന് ചോദിക്കും അല്ലെ. മാ ദീനുക അല്ലെ. നിന്റെ ദീൻ എന്താണ്? മാ ചേർത്ത് ചോദ്യം ചോദിക്കും. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ മൻ പഠിച്ചു. മന്നിന്റെ 2 അർത്ഥങ്ങൾ എങ്ങനെ പറയും? മന്നിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കും? മൻ ആര്, ആരാണോ അവൻ അല്ലെ. അങ്ങനെ 2 രീതിയിൽ പറഞ്ഞു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ആർക്ക് പറയാം സ്പെഷ്യൽ ആയിട്ട്? ഇന്നമാ അല്ലെ. ഇന്ന തീർച്ചയായും. ഇൻ എന്താണ്? എങ്കിലല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഇന്നമ എന്നുള്ളത് നിശ്ചയം മാത്രമാണ് അല്ലെ. നിശ്ചയം മാത്രമാണ് നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി എന്തെങ്കിലും വിട്ടുപോയോ? ഇനി എന്തെങ്കിലും ഓർമ്മ? നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാം നമ്മള് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ടല്ലേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടോ? എനിക്ക് പറയാം. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് സൂറയിലേക്ക് പോവാം. റെഡി? ഓക്കെ, പോവാലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل. എന്താണ് അലം തറ കൈഫ? ഇത് നമുക്ക് ബാക്കി വന്നിട്ട് പഠിക്കാവേ. ഇത് ഫാത്തിഹ ഇത് സൂറ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അലം തറ കൈഫ. എന്താണ് അലം തറ? അലം അലം എന്ന് പറഞ്ഞാൽ എന്താണ്? ലം ഇല്ല അല്ലെ. ആ ചേർക്കുമ്പോ എന്താണ്? അലിഫ് ഹംസ ഫത്ഹ അ. അലം. അപ്പൊ ഇല്ലേ. തറ കണ്ടു അല്ലെ. അപ്പൊ നീ കാണുന്നു എന്നാണ്. അലം തറ നീ കാണുന്നില്ല. അതെ നീ കണ്ടില്ലേ. തറ തറു അല്ലെ. അപ്പൊ അലം തറ അങ്ങനെയാ വരുന്നത്. അത് നമ്മൾ ഇനി വഴിയെ പഠിക്കും. ഇതിപ്പോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അലം എന്നുള്ള എന്താണ്? അല്ലേ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. തറ നീ കാണുന്നു. നീ അപ്പൊ നീ കണ്ടില്ലേ കേട്ടോ. നീ കണ്ടില്ലേ. അലം തറ കൈഫ. കൈഫ അറിയാം എങ്ങനെ അല്ലെ. കൈഫൽ ഹാലിക്ക് നമ്മൾ അല്ലെ. എന്താണ് നിനക്ക് സുഖാണോ എന്ന് ചോദിക്കുന്ന അറബിയില്. കൈഫ എങ്ങനെ. കൈഫ ഫഅല
ഫഅലയുടെ അർത്ഥം എല്ലാവർക്കും അറിയാം. എന്താ? പ്രവർത്തിച്ചു അല്ലെ, അവൻ പ്രവർത്തിച്ചു. ഫഅല റബ്ബുക, റബ്ബുക അറിയാം എന്താ അർത്ഥം? നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ് ഇതൊക്കെ. റബ്ബുക നിന്റെ രക്ഷിതാവ്, നിന്റെ രക്ഷിതാവ്. അപ്പൊ നിന്റെ രക്ഷിതാവ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ആരോട്? ബി അസ്ഹാബിൽ ഫീൽ. നോക്കിയേ, ബി അസ്ഹാബിൽ ഫീൽ. എന്താണ് അസ്ഹാബിൽ ഫീൽ? ഫീൽ എന്ന് പറഞ്ഞാൽ ആന, അസ്ഹാബ് എന്ന് പറഞ്ഞാല് ആൾക്കാർ അല്ലെ. സ്വാഹിബ് നമ്മൾ പറയില്ലേ, സ്വാഹിബ്. നോക്കിയേ, നമ്മൾ സ്വാഹിബ് നമ്മൾ പറയല്ലേ, റസൂലുള്ളാഹിയും സഹാബാക്കളും. ഈ സ്വാഹിബാണ് നമ്മൾ സഹാബാക്കൾ എന്ന് പറയുന്നത് കേട്ടോ. സ്വാഹിബ്. അപ്പൊ സ്വാഹിബ് മീൻസ് കൂടെ പ്രവർത്തിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരെയാണ് സ്വാഹിബ് എന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഇവിടെ എന്താണ്? കൂട്ടുകാർ, ആൾക്കാർ, ഉടമസ്ഥൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുമ്പോ ആനയുടെ ആൾക്കാർ അല്ലെ, ആനയുടെ കൂട്ടം അല്ലെങ്കിൽ ആനപ്പട. ഇവിടെ എന്താ ഉദ്ദേശം? ആനപ്പടയോട്, ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പടയോട് നിന്റെ രക്ഷിതാവ് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നീ കണ്ടില്ലേ എന്നുള്ള സ്മരണത്തിൽ ചോദിക്കുന്നു. കണ്ടോ, കൈഫ എങ്ങനെ. അപ്പൊ ഇത് എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനനത്തിന് മുമ്പ് അല്ലെ, ജനനത്തിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതായത് അത് വലിയൊരു സംഭവമാണ്. കാരണം എന്താണ്? വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കാൻ. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതെന്താണ് ഈ സൂറത്ത് ഫീലിന്റെ ഉള്ളടക്കം എന്നുള്ളതാണ്. ഇതെന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്ത് വന്ന ഒരു ആനപ്പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് ഈ സൂറയിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രസ്തുത സംഭവം മുഖേന, അപ്പൊ ഈ സംഭവം മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്ത അനുഗ്രഹം, അതിലടങ്ങിയ ദൈവിക ദൃഷ്ടാന്തം, ഇവയൊക്കെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. കാരണം എന്തെന്നാ, ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന പലരും അറബികളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ഈ സംഭവം നടന്ന എപ്പോഴാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനത്തിന് മുമ്പ് അല്ലെ. അപ്പൊ ആ സംഭവത്തിൽ ദൃക്സാക്ഷികളായിരുന്ന പലരും ഈ സൂറ അവതരിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ആ നിലയ്ക്കും ഈ അനുസ്മരണം കൂടുതൽ ഫലവത്തായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്റത്ത് നോക്കി ആ സംഭവം അത്രയ്ക്കും അല്ലെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് കൊണ്ട് എന്താണ് കൂടുതൽ കൂടുതൽ അള്ളാഹുമായിട്ട് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സൂറയിലൂടെ അള്ളാഹുവിന്റെ ആ ദൃഷ്ടാന്തം, അള്ളാഹു കഅബയെ രക്ഷിച്ചതൊക്കെ മറ്റുള്ളവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കണല്ലേ. സുബ്ഹാനല്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഖുറൈശികൾക്കിടയിൽ ഒരു വമ്പിച്ച സംഭവമാണല്ലേ ഇത്. വളരെ വലിയൊരു സംഭവം തന്നെയായിരുന്നു. കാരണം എന്താ? ഹബഷ, അതായത് അബീസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാഷി രാജാവുണ്ടല്ലോ, നജ്ജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്നത് അബ്രഹത്ത് എന്ന രാജാവാണ്. അപ്പൊ ഈ അബ്രഹത്ത് എന്ത് ചെയ്തു? ഈ ചക്രവർത്തിയുടെ, ഈ നജ്ജാഷി രാജാവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? യമനിൽ ഒരു ക്രിസ്തീയ ദേവാലയം പണിതു. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ്? കഅബയിൽ നിന്നും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുവാൻ അവൻ ഒരു ഉപായം കണ്ടുപിടിച്ചതാണ്. അതായത് മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പതിവ് നിർത്തലാക്കി പകരം എവിടെ വരണം? ഈ ദേവാലയത്തിലേക്ക് ആ ജനങ്ങളെ തിരിച്ചുവിടണം എന്നായിരുന്നു ഇയാളുടെ പരിപാടി. അപ്പോ എന്ത് ചെയ്തു? അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് ഒരു അറബി ആ ദേവാലയത്തിൽ കടന്ന് മലവിസർജനം വരെ നടത്തി വൃത്തികേടാക്കി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഏതായാലും ഖുറൈശികളുടെ കഅബ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് നീങ്ങി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ? അങ്ങനെ ഒരു വമ്പിച്ച സേനയുമായി അബ്രഹത്ത് മക്കയിലേക്ക് നീങ്ങി. അപ്പൊ വഴിമധ്യേ പല ഗോത്രങ്ങളും കേട്ടോ ഇവരെയൊക്കെ തടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു രക്ഷയില്ല. കാരണം അബ്രഹത്തിന്റെ സൈന്യം അത്രയ്ക്കും ശക്തിമത്തായതാണ്. കാരണം എന്താണ്? അതിൽ രണ്ടോ മൂന്നോ ആനകളൊക്കെ ഉണ്ടായിരുന്നു സൈന്യത്തിൽ കേട്ടോ. അപ്പൊ ഈ സേനയ്ക്ക് ആനപ്പട്ടാളം എന്ന് പേര് വരാനും കാരണം ഇതാണ്. കാരണം അവർക്ക് ആനയുമായി അങ്ങനെ ഒരു യുദ്ധമൊന്നും നടത്തിയൊരു പതിവ് മക്കൾക്കാർക്കില്ലായിരുന്നു. പക്ഷെ പലരും പല സംഘങ്ങളും അതിനെ തടുത്തു നോക്കിയെങ്കിലും ഒരു രക്ഷയുമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സൈന്യം, ഈ ആനപ്പട്ടാളം മക്കയുടെ അടുത്തൊരു സ്ഥലത്ത് വന്ന് തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം അറിയിച്ചു. അബ്രഹത്ത് ഖുറൈശികളുടെ അടുക്കലേക്ക് ആളെ അയച്ചു. എന്നിട്ടോ തങ്ങൾ ഒരു യുദ്ധം നടത്തി നാട് കീഴടക്കുവാൻ ഉദ്ദേശിച്ചല്ല വന്നതെന്നും കഅബ പൊളിച്ചു നീക്കൽ മാത്രമാണ് വരവിന്റെ ഉദ്ദേശമെന്നും അറിയിച്ചു കേട്ടോ. അപ്പോഴോ
അപ്പൊ തങ്ങളുടെ ജീവനെ പോലെ അവർ ബഹുമാനിച്ച് ആദരിച്ചു വന്ന കഅബ പൊളിക്കുന്നതില് അങ്ങേയറ്റത്തവർക്ക് വിഷമമുണ്ട്, ഖുറൈശികൾക്ക് വിഷമം ഉണ്ടെങ്കിലും പക്ഷെ ഈ സൈന്യത്തെ നേരിടുവാനുള്ള ഒരു കെൽപ്പോ ത്രാണിയോ ഒന്നും ഒരു കരുത്തോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ആനപ്പട്ടാളത്ത് നേരിട്ടുകൊണ്ടുള്ള ഒരു യുദ്ധവും അവർക്ക് അപരിചിതമായിരുന്നു. അപ്പം ഈ കാഴ്ച, അതായത് കഅബയെ തകർക്കുന്ന കാഴ്ചയൊന്നും അവർക്ക് കാണാൻ കെൽപ്പില്ലാതെ, അത് ഞങ്ങൾക്ക് ഒരിക്കലും കാണാൻ ഇടവരുതെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, അവര് അവിടെ നിന്ന് സ്ഥലം വിട്ടു പോവുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോ അന്ന് ഖുറൈശികളുടെ നേതാവും കഅബയുടെ മേൽനോട്ടമൊക്കെ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബായിരുന്നു, അബ്ദുൽ മുത്തലിബിനായിരുന്നു. അപ്പോ വഴിമധ്യേ അബ്രത്ത് എന്ത് ചെയ്തു, ഈ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചടക്കി കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, അബ്രത്ത് തന്റെ ആളെ അയച്ച് അദ്ദേഹത്തിന്റെ അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു വരുത്തി, തന്റെ ലക്ഷ്യത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി. എന്നിട്ടോ അബ്രത്ത് പറഞ്ഞു, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ആരോട്? അബ്ദുൽ മുത്തലിബിനോട്. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഇതായിരുന്നു, എന്താണ്? താങ്കളുടെ ആൾക്കാർ എന്റെ ഒട്ടകത്തെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവയെ വിട്ടുതരണം എന്ന് പറയാനേ എനിക്ക് പറ്റൂ. കാരണം ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ് അല്ലെ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് അബ്രഹത്ത് വല്ലാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഇത്രയും നിങ്ങൾ ആദരിച്ചു വരുന്ന ഈ കഅബയെ പൊളിക്കാൻ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഇതേ ഉള്ളൂ പറയാൻ, നിങ്ങളുടെ ഒട്ടകത്തെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ എന്ന് അബ്രഹത്ത് വളരെ പുച്ഛത്തോട് പറഞ്ഞു കേട്ടോ. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി എന്താണ്? ഞാനാണ് ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ. കഅബയുടെ മന്ദിരത്തിന്, അതായത് കഅബയാകുന്ന ഈ മന്ദിരത്തിന് ഒരു ഉടമസ്ഥനുണ്ട്, മനസ്സിലായോ? കഅബയുടെ ഉടമസ്ഥൻ അല്ലെ, കഅബയ്ക്ക് ഒരു ഉടമസ്ഥനുണ്ട്, അവൻ രക്ഷിച്ചു കൊള്ളും എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ മറുപടി. അപ്പൊ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, പക്ഷെ കഅബയുടെ നാഥൻ ആരാണ്? റബ്ബാണല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ രക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു വലിയൊരു സംഭവമാണ്. എന്നിട്ടോ അങ്ങനെ ആനയുമായി സൈന്യം എന്താണ് മുന്നോട്ട് പോയി. പക്ഷെ കഅബയുടെ നേർക്ക് തിരിഞ്ഞതോടെ ആന മുട്ടുകുത്തി മുമ്പോട്ട് നീങ്ങാതായി. മനസ്സിലായോ? ആനയ്ക്ക് അങ്ങോട്ട് കാലനക്കാൻ പറ്റുന്നില്ല. ബാക്കി എങ്ങോട്ട് തിരിഞ്ഞാലും, മറ്റേത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അത് നടക്കും, പക്ഷെ കഅബയുടെ ഭാഗത്തേക്ക് അത് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ഒരു പ്രത്യേക തരം പക്ഷികൾ, ഒരു കൂട്ടം പക്ഷികളെ, ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ അവരിലേക്ക് അയച്ചു. ആ പക്ഷികളുടെ ചുണ്ടിലാകട്ടെ ഒരു പ്രത്യേക തരം കല്ലുകളും വെച്ച് അവരെ അയച്ചത്. അങ്ങനെ ആ കല്ലുകൾ വീണ് ഈ സൈന്യത്തിന്റെ പുറത്ത് വീണെന്താണ്, അവർ നാമാവശേഷമായി തീർന്നു. അള്ളാഹു അവന്റെ മന്ദിരത്തെ കാത്ത് രക്ഷിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. മനസ്സിലായോ? അങ്ങനെ വലിയൊരു ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. കേട്ടോ, എന്താണ്? നീ കണ്ടില്ലേ കഅബയുടെ, അതായത് നിന്റെ രക്ഷിതാവ് ആനപ്പടയോട് എങ്ങനെ പ്രവർത്തിച്ചു. എല്ലാവരും ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞതൊക്കെ മനസ്സിലായോ? ക്ലിയർ ആണോ? കാരണം ഈ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആയത്തുകളിലൂടെ പോകുമ്പോൾ അത് ക്ലിക്ക് ആവുള്ളൂ, അതുകൊണ്ടാണ്. ഇത്തിരി വലിച്ചു നീട്ടി പോയോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്ന് അറിയില്ല. എന്തായാലും അൽഹംദുലില്ലാഹ്. അപ്പൊ നോക്കാം. ഓക്കെ. അലം തറ കൈഫ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം തറ കൈഫ ഫഅല റബ്ബുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളാണ് അല്ലെ. അലം അല്ലേ, തറ അലം തറ നീ കണ്ടില്ലേ, കൈഫ എങ്ങനെ, ഫഅല പ്രവർത്തിച്ചു അല്ലെ, അവൻ പ്രവർത്തിച്ചു എന്ന്, റബ്ബുക നിന്റെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ ആനപ്പടയോട്. കണ്ടോ, അസ്ഹാബ് കൂട്ടുകാർ അല്ലെ, സാഹിബുൻ ജംഅ ബഹുവചനം, അസ്ഹാബുൻ അല്ലെ, അസ്ഹാബുൻ. അപ്പൊ ഫീൽ എന്താണ്? ആന. അപ്പം ആനപ്പടയോട് എന്താണ്, നീ എങ്ങനെ നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചു എന്ന് നീ കാണുന്നില്ലേ, കണ്ടില്ലേ? എങ്ങനെയാ? അലം യജ്അൽ, അല്ലാഹു എന്താക്കി? അലം യജ്അൽ, അവൻ ആക്കിയില്ലേ. അപ്പൊ ജഅല നോക്കിയേ, ജഅല, ജഅലു, ജഅൽത, ജഅൽതും, ജഅൽതു, ജഅൽന, യജ്അലു, യജ്അലൂന അല്ലെ. അവിടെ അലം യജ്അൽ, അപ്പം അവൻ ആക്കിയില്ലേ. കാണുന്നുണ്ടോ എല്ലാരും? അലം യജ്അൽ, അവൻ ആക്കിയില്ലേ, കൈദഹും എന്താണ്, അവരുടെ തന്ത്രത്തെ. കണ്ടോ, അവരുടെ തന്ത്രത്തെ, ഫീ തദ്ലീൽ. അങ്ങനെ ഫീ തദ്ലീൽ, തദ്ലീൽ വഴികേടിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്ത്രത്തെ അവൻ വഴികേടിലാക്കിയില്ലേ. ഇതെന്താണ്? കുതന്ത്രമാണ് കേട്ടോ.
നല്ല തന്ത്രമല്ല, കുതന്ത്രമാണ്. അലം യജ്അൽ കൈദഹും കൈദഹും ഫീ തദ്ലീൽ. കണ്ടോ, ലം യജ്അൽ എന്ന് പറഞ്ഞാൽ അവനാക്കിയില്ല. കണ്ടോ, അലം യജ്അൽ അവനാക്കിയില്ലേ. കണ്ടോ, ലം യജ്അൽ അവൻ ആക്കിയില്ല. അലം യജ്അൽ എന്ന് പറഞ്ഞാൽ അവൻ ആക്കിയില്ലേ. ക്ലിയർ ആണോ? ആ ചേർത്തപ്പോ ചോദ്യമായി. കൈദഹും എന്താണ്? അവരുടെ തന്ത്രം അല്ലെ. ഒരു നൗണിന്റെ കൂടെ നാമത്തിന്റെ കൂടെ ചേർത്തുകൊണ്ട് കൈദൻ ആണ്. കൈദഹും കാണുന്നുണ്ടോ എല്ലാവരും? കൈദഹും എന്താണ്? അവൻ അവരുടെ തന്ത്രത്തെ വഴികേടിലാക്കിയില്ലേ. ഫീ വന്നപ്പോ കണ്ടോ, കെസ്ര ചെയ്ത് നിർത്തി. കണ്ടോ, തഗ്ലീലിൻ ലമ്മ തൻവീനാണ് വന്നത്. കെസ്ര തൻവീൻ. ക്ലിയർ ആണോ? എന്നിട്ടോ എന്താ? അവൻ അയക്കുകയും ചെയ്തു. കണ്ടോ, റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകത്വം അല്ലെ, അയക്കുന്നതാണ് റസൂൽ അല്ലെ, അയച്ചവൻ അല്ലെ, പ്രവാചകൻ. നമ്മൾ പ്രവാചകൻ എന്ന് പറയും റസൂൽ. അപ്പൊ അർസല അവൻ അയക്കുകയും ചെയ്തു. ഓക്കെ, അർസല അലൈഹിം. അലൈഹിം എങ്ങനെ കിട്ടി എന്ന് പറയാമോ? പറഞ്ഞേ. അലൈഹി അലൈഹിം അല്ലെ, അലൈഹിം. അപ്പൊ അവൻ അയക്കുകയും ചെയ്തു. അലൈഹിം എന്താണ്? അവരുടെ മേൽ അല്ലെ, അവരുടെ മേൽ. അർസല അലൈഹിം അവരുടെ മേൽ ത്വയ്റൻ. ത്വയ്റൻ പക്ഷികൾ. അപ്പം ത്വയ്റുൻ പക്ഷി, ത്വയ്റുൻ ബഹുവചനമാണ്. ത്വയ്റുൻ പക്ഷി, ത്വയ്റുൻ പക്ഷികൾ ബഹുവചനം. ക്ലിയർ ആണോ? അതിവിടെ വരുമ്പോ ത്വയ്റൻ എന്നാണ് കാണപ്പെടുന്നത്. കേട്ടോ, ത്വയ്റുൻ ആണ് പക്ഷികൾ. അത് ഗ്രാമാറ്റിക്കലി വരുമ്പോ ത്വയ്റൻ. കേട്ടോ, അതെങ്ങനെയാ വരുന്നത് നമുക്ക് പിന്നെ വഴിയെ പഠിക്കാം. അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. കൂട്ടം കൂട്ടമായ പക്ഷികളെ അവൻ അവരുടെ മേൽ അയക്കുകയും ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് ആദ്യം മുതൽ ഒന്ന് പറഞ്ഞേ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഒരാള് ഇതുവരെ പറയാത്ത ഒരാൾ പറയണേ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഒന്ന് പറഞ്ഞേ, അർത്ഥം പറയോ നജാദ്? ഞാൻ പറയാം. പറഞ്ഞോളി. അലം തറ നീ കണ്ടില്ലേ, ഫഅല എങ്ങനെ പ്രവർത്തിച്ചതെന്ന്, റബ്ബുക നിന്റെ രക്ഷിതാവ്, അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ അവൻ ആനക്കാരോട്. ആനപ്പടയോട് അല്ലെ. അപ്പം ഫീൽ എന്താണ്? ആന. അസ്ഹാബ് ആൾക്കാർ. കേട്ടോ, ഇവിടെ പട ആൾക്കാർ അല്ലെങ്കിൽ പട. ഇവിടെ എന്താണ്? യുദ്ധം ചെയ്യാൻ വന്ന സൈന്യം. ആ യുദ്ധം ചെയ്യാൻ വന്ന സൈന്യത്തെ ആ പടയാണ് പറയുന്നത്. ബി അസ്ഹാബിൽ ഫീൽ. അടുത്ത എന്താ? അലം പറയാം. അവൻ ആക്കിയില്ലേ കൈദഹും അവരുടെ തന്ത്രത്തെ. എന്താണ്? വഴികേടിൽ അല്ലെ. അവൻ അവരുടെ തന്ത്രത്തെ അർസല അവൻ അയക്കുകയും ചെയ്തു. അലൈഹി അവരുടെ മേൽ ത്വയ്റൻ പക്ഷികളെ, അബാബീൽ കൂട്ടം കൂട്ടമായി അല്ലെ, കൂട്ടം കൂട്ടമായി പക്ഷികളെ അയച്ചു. അപ്പൊ ഇവിടെ നോക്കിയേ, ത്വയ്റുൻ ജംഅ്, ത്വയ്റത്തുൻ എന്ന് പറഞ്ഞാൽ വിമാനം. കണ്ടോ, ഫ്ലൈറ്റിനാണ് ത്വയ്റത്തുൻ. കണ്ടോ, ഈ വേർഡിൽ തന്നെ ത്വയ്റത്തുൻ കൂടെ കിട്ടി നമുക്ക്. കണ്ടോ, അർസല അയച്ചു, അബാബിൽ കൂട്ടങ്ങൾ. ഇനി ഒരാൾ കൂടെ പറയാമോ അർത്ഥം? ആർക്ക് പറയാം? അലം തറ നീ കണ്ടില്ലേ, കൈഫ ഫഅല എങ്ങനെ പ്രവർത്തിച്ചു എന്ന്, റബ്ബുക നിന്റെ രക്ഷിതാവ്, അസ്ഹാബിൽ ഫീൽ ആനപ്പടയോട്. അസ്ഹാബിൽ ഫീൽ ആനപ്പടയോട്. ഫീൽ എന്ന് പറയുമ്പോ ആന. അലം യജ്അൽ അവൻ ആക്കിയില്ലേ, കൈദഹും അവരുടെ തന്ത്രത്തെ, ഫീ തദ്ലീൽ വഴികേടിൽ. അർസല അവൻ അയക്കുകയും ചെയ്തു, അലൈഹിം അവരുടെ മേൽ ത്വയ്റ പക്ഷികളെ,
അബാബിയിൽ കൂട്ടക്കൂട്ടമായി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറ. പറഞ്ഞ രണ്ടുപേരും ജസാക്കുമുല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. അപ്പൊ എന്താ തുടർന്ന് എന്താ സംഭവിച്ചത്? പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. അവരെന്താ ചെയ്തത്? തർമീഹിം. അവ എന്ത് ചെയ്തു? തർമീഹിം. അവ അവരെ എറിയുന്നു അല്ലെ. തർമീഹിം. എർമി അവൻ എറിയുന്നു, തർമി അവൾ എറിയുന്നു. നമ്മൾ പറഞ്ഞില്ലേ താ ചേർത്ത് പറയുന്ന തർമി അല്ലെ. സ്ത്രീലിംഗാവുമ്പോ തർമി. അവൾ അവരെ, അല്ലെങ്കിൽ അവ അവരെ എറിയുന്നു. എങ്ങനെ? ബി ഹിജാറത്തിൻ. ബി ഹിജാറത്തിൻ. ഹജർ കല്ല്, ഹിജാറത്തിൻ കല്ലുകൾ. ബി ഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്. കണ്ടോ? ഹജറുൽ അസ്വദ് നമ്മൾ പറയില്ലേ, ഹജറുൽ അസ്വദ് അല്ലെ, കറുത്ത കല്ല് അല്ലെ. അപ്പൊ ഹജർ കല്ല്. ഇവിടെ ഹിജാറത്ത്, ഹിജാറത്തുൻ. ബി ചേർത്തോണ്ട് ബി ഹിജാറത്തിൻ. കണ്ടോ? ബി ചേർത്ത് ചെയ്യപ്പെട്ടു. ബി ഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട് അവ അവരെ എറിയുന്നു. മിൻ സിജീൽ. എവിടെയുള്ള കല്ലുകളാണ്? മിൻ സിജീലിൻ അല്ലെ, ചുട്ടെടുത്ത അല്ലെ, ചൂളയിൽ ചുട്ടെടുത്ത കല്ലുകൾ കൊണ്ട് അവ അവരെ എറിയുന്നു. തർമീഹിം ബി ഹിജാറത്തിൻ മിൻ സിജീൽ. ചൂളയിൽ ചുട്ടെടുത്ത് വെച്ച കല്ലുകൾ കൊണ്ട് അവ അവരെ എറിയുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇന്നോടെ നോക്കിയേ. തർമീഹിം. റമ എറിഞ്ഞു എന്നാണ്, എർമി അവൻ എറിയുന്നു. അപ്പൊ തർമി ആവുമ്പോ അവൾ എറിയുന്നു. തർമി നീ എറിയുന്നു എന്ന് വരും, അവൾ എറിയുന്നു എന്ന് വരും. തർമീഹിം അവ അവരെ എറിയുന്നു. ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട്. എവിടെയുള്ള കല്ല്? മിൻ സിജീൽ അല്ലെ, ചൂളയിൽ ചുട്ടെടുത്ത കല്ലുകൾ കൊണ്ട് ആ പക്ഷികൾ അവരെ എറിയുന്നു. ചൂളക്കട്ട കണ്ടോ, സിജീൽ. അങ്ങനെ എന്തായി? ഫജഅലഹും. അങ്ങനെ അങ്ങനെ ജഅല അവൻ ആക്കി, ഹും അവരെ, ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി. ഏതുപോലെ? കഅസ്ഫിൻ. ക പോലെ. അസ്ഫ് വൈക്കോൽ. ക വന്നപ്പോ അസ്ഫിൻ കസ്ർ ചെയ്യപ്പെട്ടു. കഅസ്ഫിൻ മഅകൂൽ. അക്കല തിന്നു എന്നാണ്, കൂൽ തിന്നപ്പെട്ട. നമ്മൾ പറയേ ഫാത്തിഹുൻ മഫ്തൂഹുൻ എന്ന് പറഞ്ഞില്ല, അതുപോലെ കൂലുൻ ഉണ്ടോ, അത് തിന്നപ്പെട്ട എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പം ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ അങ്ങനെ അള്ളാഹു അവരെ ആക്കി അല്ലെ. ആ പക്ഷികളെ കൊണ്ട് സിജ്ജീനിൽ വെച്ച ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞു. അവരെ ഏതുപോലെ ആക്കി? ഫജഅലഹും. ഫ അങ്ങനെ പ്ലസ് ജഅല അവൻ ആക്കി, ഹും അവരെ. കണ്ടോ? അങ്ങനെയാണ് ഫജഅലഹും വരുന്നത്. കഅസ്ഫിൻ മഅകൂൽ. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് ശരിക്കും ഈ ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളത് കേട്ടോ. അന്ന, അൻ എന്നുള്ളത് അന്നയുണ്ട്. അതിന് തൊട്ട് മുന്നേ ഒരു കാര്യം കൂടെ കേട്ടോ. അതാ ഈ ഒരു പോർഷൻ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്, വേറൊന്നുമല്ല, സിമ്പിൾ ആണ്. അഷ്ഹദു അല്ലാ ഇലാഹ. അൻ ചേർത്ത് അഷ്ഹദു അൻ പ്ലസ് ലായാണ്. കണ്ടോ? കാണുന്നുണ്ടോ? അല്ല, അൻ എന്ന്. അപ്പൊ അള്ളാഹു ഒഴികെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അൻ ചേർക്കണം. കണ്ടോ? അന്നിന്റെ പ്രത്യേകതയാണ്. നിശ്ചയമായും എന്ന് എന്നുള്ള മീനിങ് ആണ്. ഇതോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. രണ്ടും അന്ന, അൻ പ്ലസ് ലായാണ്. ഇത് അന്ന എന്നുള്ളതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഓക്കെ, തീർച്ചയായും എന്നുള്ള മീനിങ് ആണ്. രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മൾ പറഞ്ഞു ഒരു ക്രിയയില് അതിന്റെ ഉള്ളിൽ തന്നെ ആരുണ്ടാവും? ക്രിയക്കകത്ത് തന്നെ ഹുവ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പൊ നസറ പറഞ്ഞാല് നസറ സഹായിച്ചു. ആര് സഹായിച്ചു? അവൻ. ഹുവ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെ. നസറ ഓൾറെഡി അതിന്റെ അകത്തുണ്ട്, ഹുവ ഉണ്ട്. അപ്പം നസറഹും എന്ന് പറഞ്ഞാലോ അവൻ അവരെ സഹായിച്ചു. നസറഹു അവൻ അവനെ സഹായിച്ചു. നസറഹും അവൻ അവരെ സഹായിച്ചു. കണ്ടോ? കാണുന്നുണ്ടോ എല്ലാവരും? ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? ക്രിയകളോടൊപ്പം നമ്മൾ എന്ത് വെച്ചു കൊടുക്കും? സർവനാമങ്ങളെ കൂടെ ആഡ് ചെയ്ത് പറയാറുണ്ട്. അപ്പം അവൻ അവരെ സഹായിച്ചു. നസറഹു. എല്ലാരും പറഞ്ഞു നോക്കിയേ. നസറഹു അവൻ അവരെ സഹായിച്ചു. അവൻ അവരെ സഹായിച്ചു അല്ലെ. നസറക അവൻ താങ്കളെ സഹായിച്ചു അല്ലെ. നസറക്കും അവൻ നിങ്ങളെ സഹായിച്ചു അല്ലെ. ക്ലിയർ ആണോ? നസറനി
അവൻ എന്നെ സഹായിച്ചു. നസറന, അവൻ ഞങ്ങളെ സഹായിച്ചു. അപ്പൊ ഇങ്ങനെയും പുറത്ത്, അതായത് വെർബിന്റെ പുറത്തും ഹുവാഹും അൻത അൻതും അന നഹ്നു ആഡ് ചെയ്ത് വരുന്ന രൂപങ്ങളാണ് ഈ കാണിച്ചത്. അതെങ്ങനെയാ കാണുക? ഹൂവും കാക്കും നീന, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. അൻത അൻതും എന്ന് പറഞ്ഞപ്പോ കാ ചേർത്തല്ലേ പറഞ്ഞത്, കാക്കും അല്ലെ? അതുപോലെയാണ് ഇവിടെയും ഒന്ന് ചേർത്ത് വരും എന്ന് പറഞ്ഞതാണ്. ജഅല, അവനാക്കി. അപ്പൊ ജഅലഹു, അവൻ അവനെ ആക്കി. ജഅലഹും, അവൻ അവരെ ആക്കി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയും രൂപങ്ങളില് വെർബിന്റെ കൂടെ, അതായത് ക്രിയകളോ കൂടെ പുറത്തും ഒന്ന് എന്താണ് ഹുവാഹും അൻതും അന നഹ്നു ഒക്കെ ആഡ് ചെയ്ത് ഈ രൂപത്തിൽ കാണാറുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ജഅലയുടെ കൂടെ ഹു വന്നു, ജഅലഹു, ജഅലഹും, ജഅലക, ജഅലക്കും, ജഅലനി, ജഅലന. കണ്ടോ? അപ്പൊ അവൻ ഞങ്ങളെ ആക്കി, ജഅലന. ക്ലിയർ ആണോ എല്ലാവർക്കും? ജസ്റ്റ് ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഖലഖ, ഖലഖഹു. അപ്പൊ എന്തായി? ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു. ഖലഖഹു എന്ന് പറഞ്ഞാലോ അവൻ അവനെ സൃഷ്ടിച്ചു. ഖലഖഹും ആണെങ്കിലോ അവൻ അവരെ സൃഷ്ടിച്ചു. ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ താങ്കളെ സൃഷ്ടിച്ചു. ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. ഖലഖനി, എന്നെ സൃഷ്ടിച്ചു അല്ലെ, അവൻ എന്നെ സൃഷ്ടിച്ചു. ഖലഖന, അവൻ നമ്മളല്ലേ, ഞങ്ങളെ സൃഷ്ടിച്ചു. ക്ലിയർ ആണോ? ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതെങ്ങനെ ആഡ് ചെയ്ത് വന്നത് കണ്ടോ? അപ്പൊ കൈദഹും ജഅലഹും എന്നൊക്കെ വന്നപ്പോ അത് നിങ്ങൾക്ക് തർമീഹിം, അവൻ അല്ലെങ്കിൽ അവ അവരെ എറിയുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, തർമീഹിം. അപ്പൊ അങ്ങനെ ക്രിയകളുടെ കൂടെ ചേർത്തും എന്താണ് ഈ പുറത്ത്, ക്രിയകളുടെ പുറത്തും ഇങ്ങനെ ഹുവാഹും അൻതാനും അത് അറ്റത്ത് ഇങ്ങനെ ചേർന്ന് വരാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണ്ടാവും. ഇപ്പൊ പറഞ്ഞില്ലേ അതേപോലെ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലെ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പൊ അൽഹംദുലില്ലാ നമ്മള് ഈ യൂണിറ്റ് 13 കൂടി നമ്മള് 31,000 അല്ലെ? അപ്പൊ അതായത് 77,500 ഖുർആനിലെ മൊത്തം പദങ്ങള്. നമ്മൾ അൽഹംദുലില്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 31,792 വാക്കുകൾ ഈ യൂണിറ്റോട് കൂടി നമ്മൾ കരസ്ഥമാക്കിയാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇതുകൂടെ നോക്കാവോ? എല്ലാവരും റെഡിയാണോ? എല്ലാരെ കൊണ്ട് പറയിപ്പിക്കാവേ. ഒന്ന് ഞാൻ പറയിപ്പിക്കാം, ഇതുകൂടെ പറഞ്ഞു പോയിട്ട് എല്ലാരെയും പറയിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇതൊന്ന് നോക്കിയേ. വ ഇദ് എന്താണ്? വ അർത്ഥം ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് എന്താണ് അർത്ഥം? കഴിഞ്ഞ സന്ദർഭം അല്ലെ? വഇദ് അഖദ്നാ, കണ്ടോ? അഖദ്നാ, നാ ചേർത്ത് വന്നു അല്ലെ? അഖദ് എന്ന് പിടിച്ചു, അഖദ്നാ നാം പിടിച്ചു എന്നുള്ളതാണ്. അഖദ്ന മീസാഖക്കും അല്ലെ? എടുത്തു, അല്ലെങ്കിൽ അഖദ്ന എടുത്തു എന്ന് വരും. അഖദ്ന മീസാഖക്കും, കണ്ടോ? മീസാഖ് എന്നുള്ള വേർഡിന്റെ കൂടെ കും ചേർത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് മീസാഖക്കും, നിങ്ങൾക്ക് എന്നുള്ള മീനിങ് വന്നു. ലാ, ലാ എന്താണ് അർത്ഥം? ഇല്ല, ഇല്ല അല്ല അല്ലെ? ലാ തസ്തികൂൻ. തസ്തികൂൻ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ് കാണിക്കുന്നത്. ഊനം ഉണ്ടോ? ഊന രൂപത്തിൽ വന്നു ഉണ്ടോ? ബഹുവചനം നോർമലി എങ്ങനെയാ കാണുക? ഊന ഈന അല്ലെ? ഊന രൂപത്തിലാണ് കാണുന്നത്. തസ്തികൂന ദിമാ അക്കും ഉണ്ടോ? നിങ്ങളുടെ രക്തങ്ങളെ. ദിമാ അക്കും. വലാ ഇല്ല അല്ല ആൻഡ് അല്ലെ? പിന്നെയും പറയണത് തുഖ്രിജൂൻ ഉണ്ടോ? തുഖ്രിജൂൻ. ജൂൻ വന്നപ്പോ അതെന്താണ്? ബഹുവചനത്തെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് ആ കളറിൽ കൊടുത്തിരിക്കുന്നത്. അംഫുസക്കും, നിങ്ങളുടെ ദേഹങ്ങളെ, നിങ്ങളുടെ ആത്മാക്കളെ. മിൻ ദിയാരിക്കും, മിൻ എന്താ അർത്ഥം? നിന്ന്. ദിയാരിക്കും എന്താ അർത്ഥം? നിങ്ങളുടെ വീടുകളിൽ നിന്ന് അല്ലെ? കും നിങ്ങളുടെ എന്നുള്ള മീനിങ് ആണ്. ദാറ് ദിയാർ, ദിയാരിക്കും. തുമ്മ അഖറർതും കണ്ടോ? തുമ്മ വന്നപ്പോ എന്താണ്? അഖറർതും, അതും നിങ്ങൾക്ക് അല്ലെ? നിങ്ങൾ. അൻതും അൻതും. ഓക്കെ, അഖറർതും വ അൻതും എന്താണ്? വൻതും നിങ്ങളും അല്ലെ? വാവ് ആൻഡ് അൻതും നിങ്ങൾ. തഷ്ഹദൂൻ സാക്ഷികളാകുന്നു അല്ലെ? തഷ്ഹദൂൻ നിങ്ങൾ, നിങ്ങൾ സാക്ഷികളാകുന്നു ആണല്ലോ. തഷ്ഹദൂനാണ്. ഷഹിദ ഷഹിദു, ഷഹിത്ത ഷഹിത്തും, ഷഹിത്തു ഷഹിദന. യഷ്ഹദു യഷ്ഹദൂന, തഷ്ഹദു തഷ്ഹദൂന, നിങ്ങൾ സാക്ഷികളാകുന്നു അല്ലെ? തുമ്മ അൻതും, വീണ്ടും അൻതും എന്താണ്? അൻതും നിങ്ങൾ.
ഹാ ഉലായി. നിങ്ങൾക്കറിയാം ഹാദയുടെ ബഹുവചനാണ് ഹാ ഉലായി, കൂട്ടർ അല്ലെ, ഈ കൂട്ടർ. തഖ്തുലൂന, അപ്പൊ അവിടെ ഊന ബഹുവചനം വന്നു. അംഫുസക്കും, നിങ്ങളുടെ ദേഹങ്ങൾ അല്ലെ, അംഫുസക്കും. വതുഖ്രിജൂന, അവിടെ ബഹുവചനമാണ്, പുറപ്പെടുന്നവർ. തുഖ്രിജൂന, നിങ്ങൾ അല്ലെ, ഖറജ ഖറജു, ഖറജത ഖറജത്തിൽ വരുന്നതാണ് തുഖ്രിജൂന. ഫരീഖം മിൻകും, മിൻകും എന്താ അർത്ഥം? നിങ്ങൾ മിൻകും, നിങ്ങളിൽ നിന്ന്. മിൻ പ്ലസ് അല്ലെ, മിൻ പ്ലസ് എന്തുവാണ്? മിൻകും മിൻ ദിയാരിഹിം. വീണ്ടും പറയാണ്, അവരുടെ വീടുകൾ. മിൻ ദിയാരിഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ അവരുടെ അല്ലെ, വീടുകളിൽ അവരുടെ വീടുകൾ. തളാഹറൂന അലൈഹിം, അലൈഹിം എന്താ അർത്ഥം? അവരുടെ മേൽ അലൈഹിം അവരുടെ മേൽ. ബിൽ ഇസ്മി വൽ ഉദ്വാനി വഇൻ വയതൂകും. വഇൻ എന്താണ്? എങ്കിൽ എന്ന് അല്ലെ, വൈൻ എന്ന്. വഹും അവരാകട്ടെ, വഹുവ മുഹറമുൻ, വീണ്ടും പറയുന്നു, അവൻ മുഹറമുൻ അലൈക്കും. അലൈക്കും എന്താണ്? നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ അല്ലെ, അലൈക്ക അലൈക്കും, നിങ്ങളുടെ മേൽ എന്താണ്? കിതാബ്. കിതാബ് എല്ലാവർക്കും അറിയാം അല്ലെ, വേദഗ്രന്ഥം. വതക്ഫുറൂന, അപ്പൊ എന്താ അർത്ഥം? തക്ഫുറൂന, നിങ്ങൾ അവിശ്വസിക്കുന്നു അല്ലെ. വതക്ഫുറൂന ബിബഅദ്. ഫമാ, അപ്പോൾ, മാ എന്താണോ അത് അല്ലെ, ജസാ പ്രതിഫലം. മൻ എന്താ അർത്ഥം? മൻ ആര് ആര്, അല്ലെങ്കിൽ ആരാണോ അവൻ. മൈ എഫ് അൽ എന്ന് പറഞ്ഞാൽ ആരാണോ. എഫ് അലു എന്താ അർത്ഥം? എഫ് അലു പ്രവർത്തിക്കും. അവൻ പ്രവർത്തിക്കുന്നു. മൈ എഫ് അൽ മിൻകും, മിൻകും നിങ്ങളിൽ നിന്നും. മിൻ പ്ലസ് അല്ലെ, എന്തുവാണ്? മിൻകും ഇല്ല, ഒഴികെ, ഇല്ല ഒഴികെ. ഫിൽ ഹയാത്തി ദുനിയ, എന്താ അർത്ഥം? ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിന് അല്ലെ, ദുനിയാവിലെ ജീവിതം. ഹയാത്ത് ജീവിതം, ദുനിയാവ്, ദുനിയാവ് ഇഹലോക ജീവിതം. വയൗമൽ ഖിയാമത്തി, എന്താണ്? യൗമ ദിവസം അല്ലെ, അന്ത്യദിനം. യുറദ്ദൂന ഇലാ, ഇലാ എന്താ അർത്ഥം? ഇലാ, ഇല അല പറഞ്ഞില്ലേ, ഇല അലേക്ക് അല്ലെ, അഷദ്ദിൽ അദാബ്, കഠിനമായ ശിക്ഷയിലേക്ക്. ഇലാ അഷദ്ദിൽ അദാബ്. വമല്ലാഹു, അല്ലാഹു ആകട്ടെ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മ. അൻ പ്ലസ് മായാണ് അമ്മ, അൻ കുറിച്ചല്ലേ. അൻ പ്ലസ് മാ എന്താണോ അത്, അൻ പ്ലസ് മാ, അങ്ങനെയാണ് അമ്മ ആയത്. അപ്പൊ അമ്മ എന്തിനെ കുറിച്ചാണോ? തഅമലൂൻ, ബിഗാഫിലിൻ അമ്മ തഅമലൂൻ. തഅമലൂന്റെ അർത്ഥം എന്താ? യഅമലു യഅമലൂന, തഅമലു തഅമലൂന. എന്താ അർത്ഥം തഅമലൂൻ? നജാത്ത്, നിങ്ങൾ അറിയുന്നവർ ആകും. തഅമലൂൻ അല്ലെ, അമൽ അത് അലിമാണ് കേട്ടോ, അറിയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അമലാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തായാലും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കണ്ടോ, പച്ചയുടെ അളവ് ഇങ്ങനെ കൂടി വരികയാണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ, അപ്പൊ ഓരോ സൂറത്തും നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ റിവിഷൻ ചെയ്തു പോവുക. എല്ലാവരും തറവായിട്ട് ഇത് മസ്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു അര പേജ് നിങ്ങൾ എത്ര കൗണ്ട് അറിയാമെന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിന്റെ ഗ്രൂപ്പിൽ അല്ലെ, ആ സബ് ഗ്രൂപ്പിൽ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. കാരണം എത്രമാത്രം നിങ്ങളുടെ നിലവാരം, പഠന നിലവാരം ഉയരുന്നുണ്ട് എന്നറിയാനായിട്ടാണ്. ബിഇദ്നില്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട 6 രൂപങ്ങൾ പറയാം. ഫതഹ എന്ന് പറഞ്ഞു നോക്കാം. പൂർണ്ണക്രിയ എന്ന് പറഞ്ഞേ. ഫതഹ, അപൂർണക്രിയ യഫ്തഹു. ഫതഹ യഫ്തഹു, ഇത് മാത്രം ഹെഡിങ് മാത്രം കേട്ടോ. ഫതഹ യഫ്തഹു. പിന്നെ എന്താ കൽപ്പന ക്രിയ? എങ്ങനെ ഇരിക്കും? ഇഫ്തഹ്. കർത്താവ് ഫാത്തിഹുൻ മഫ്തൂഹൻ, ക്രിയാധാതു ഫത്ഹുൻ. ഇൻഷാ അല്ലാഹ്. അടുത്ത ജഅല. യജഅലു ഇജ്അൽ, ജാഇലുൻ മജഊലുൻ ജഅല. ജഅൽ, മാഷാ അല്ലാഹ്. നഫഅ, അടുത്ത ഒരാൾ പറഞ്ഞേ. ജഅല പറഞ്ഞു. നഫഅ, യൻഫഉ, ഇൻഫഅ, നാഫിഉൻ, മൻഫൂഉൻ, നഫ്ഉൻ. മാഷാ അല്ലാഹ്. ജഅല പറഞ്ഞ ഒരാള്. ജഅല, യജഅലു, ഇജ്അൽ, ജാഇലുൻ, മജഊലുൻ, ജാഇലുൻ. മാഷാ അല്ലാഹ്. ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 185. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി പറയാൻ താല്പര്യമുള്ള അടുത്ത ഒരാൾ പറഞ്ഞേ. ബഅസ പറഞ്ഞേ.
Bahasa basu, ibu asu, abu asu, dabu asu, nabu asu. ബാസയുടെ ഈ പ്രധാനപ്പെട്ട 6 രൂപങ്ങളാണ് കേട്ടോ. ബാസ, യബ്അസു, ഇബ്അസ് കൽപ്പന, Bahasa ibu asu, ibu asu, ഇബ്അസ്, baisu, mabu മബ്ഊസുൻ, asu, baisun. മബ്ഊസുൻ, ബഅസുൻ, ബഅസുൻ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. ലഅന എന്ന് പറഞ്ഞ അടുത്ത ആള് സമീറ. ലഅന Ana, yal'anu, യൽഅനു il'anu, ഇൽഅൻ, la'an. ലാഇനുൻ, മൽഊനുൻ, ലഅനുൻ. അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇങ്ങനെ ആയിരിക്കും തരിക കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് പൂർണ്ണക്രിയ അപൂർണ്ണം ഇങ്ങനെ നിരത്തി കൊടുത്തേക്കും. അപ്പൊ നമ്മൾ അതിന്റെ താഴെ ഇതുപോലെ രൂപങ്ങൾ എഴുതണം. ഒന്നോ രണ്ടോ കാണുള്ളൂ, വേറെ ഒരുപാടൊന്നും വരില്ല. ഇൻഷാ അല്ലാഹ്. റഫ എന്ന് പറഞ്ഞ റഫ ആർക്ക് പറയാം? ഞാൻ പറയാം. ആ റഫഹ, യർഫഉ, ആ ഇർഫ, ആ റാഫിഉൻ, ആ മർഫൂഉൻ, മർഫൂഉൻ, റഫ്ഉൻ. റഫ്ഉൻ. മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്. ഇവിടെ റാഫിൻ നീട്ടിയിട്ടില്ല കേട്ടോ, ഇത് മിസ്റ്റേക്ക് വന്നു പോയതാണേ. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ അപ്പൊ ഇനി ഒരാള് അർത്ഥം ഒന്ന് പറഞ്ഞ് ആദ്യം തൊട്ട് ആർക്ക് പറയാം? അർത്ഥം നോക്കാതെ പറയാൻ പറ്റുമോ നോക്കിയേ, ആർക്ക് പറയാൻ പറ്റും? നോക്കട്ടെ. ആ ട്രൈ ചെയ്ത് നോക്കി, തെറ്റിയാലും സാരമില്ല, ഹെൽപ്പ് ചെയ്യാം. എന്നാൽ നമുക്ക് ആ ഓർമ്മ ഒന്ന് തനിയെ പറയാൻ പറ്റുമോ നോക്കാമല്ലോ. ഇൻഷാ അല്ലാഹ്. പേരെന്താ? പേരെന്താ? ഫാത്തിമ. ഫാത്തിമ. മാഷാഅല്ലാഹ്, പറഞ്ഞോളൂ. അലം തറ, നീ കണ്ടില്ലേ? ഉം കൈഫ ഫഅല, ഉം പ്രവർത്തിച്ചുവെന്ന്. ഉം അല്ലെ? റബ്ബുക, നിന്റെ ഉം റബ്ബ്. ബി അസ്ഹാബിൽ ഫീൽ, ഉം. ആനക്കാരോട്. മാഷാഅല്ലാഹ്, മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പറയാൻ പറ്റിയില്ലേ? മാഷാഅല്ലാഹ്. അതെ, അടുത്തത്. ഓർമ്മ കിട്ടണേ കുറവാണ് ടീച്ചറെ. ഓർമ്മ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് ബ്രെയിൻ നല്ല ആ, പവർഫുൾ ആവും ഇൻഷാ അല്ലാഹ്. ഖുർആന്റെ എന്താണ് മോജിസത്താണ് അത്. അൽഹംദുലില്ലാഹ്, നമ്മളെ ബ്രെയിൻ ഒക്കെ നല്ല പവർഫുൾ ആവും ഇൻഷാ അല്ലാഹ്. ആ അലം അലം യജ്അൽ, ഉം. നിങ്ങൾ ആക്കിയില്ലേ? അലം ആ അവനാക്കിയില്ലേ അല്ലെ? അലം യജ്അൽ. ആക്കിയില്ലേ? കൈദഹും, അവരുടെ അവരുടെ തന്ത്രങ്ങളെല്ലാം. തന്ത്രം. ഫീ തന്ത്രങ്ങൾ ഫീ ഫീ തദ്ലീൽ. ആ അക്രമം. അലാൽ കിട്ടുന്നില്ല. എന്തിലാക്കിയില്ലേ അവരുടെ തന്ത്രത്തെ? വഴികേട്. വഴികേടിലാക്കി. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ ഇനി അടുത്തത് വഅർസല അലൈഹിം. വാർസല, ഉം. അവരുടെ ഇറക്കിയില്ലേ? ആ അവൻ അയക്കുകയും ചെയ്തു അല്ലെ? അയക്കുകയും ചെയ്തു. അർസല. ഉം. തൈറൻ, പക്ഷികളെ. ഉം. അബാബീൽ, ഒരു പക്ഷികളെങ്ങനെ കൂട്ടം കൂട്ടമായി അല്ലേ? കൂട്ടമായി. ആ തർമീഹിം, ആ. അവർ കണ്ടില്ലേ? അവരുടെ തർമീഹിം. റമ എറിഞ്ഞു. തർമീഹിം അവരെ എറിയുകയും ചെയ്തു അല്ലെ? എറിയുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഹിജാറത്തിൻ, കല്ലുകൊണ്ട്. കൊണ്ട്, കല്ലുകൾ കൊണ്ട്. എവിടത്തെ? സിജീൽ. ചൂളയിൽ നിന്ന്. ആ ചൂളക്കട്ട ഉണ്ടല്ലേ? ഒറ്റയടിക്ക് പറഞ്ഞാല് ചൂളക്കട്ട ഉണ്ട് അല്ലെ? ആ പിന്നെ ഫജഅലഹും, അവരുടെ മേൽ. ഫജഅലഹും, അങ്ങനെ അവരെ അവൻ ആക്കി അല്ലേ? കഅസ്ഫിൻ, വൈക്കോല് പോലെ അല്ലെ? കഅസ്ഫിൻ, മഅകൂൽ. ഏതുപോലെ? തിന്നപ്പെട്ട അല്ലെ? നമ്മള് മഫ്തൂഹുൻ, മജ്ഊൽ ഒക്കെ പറഞ്ഞ പോലെ മഅകൂലുൻ. കണ്ടോ? മഅകൂലുൻ. തിന്നപ്പെട്ട വൈക്കോല് പോലെ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്, അഹ്സൻതി, അഹ്സൻതി. ഇനി ആരുണ്ട് പറയാൻ? പേരെന്താ? നജാത്താണ്. നജാത്ത്. ഓക്കെ, പറയും. അലം തറ, നീ കണ്ടില്ലേ? കൈഫ ഫഅല, എങ്ങനെ പ്രവർത്തിച്ചു എന്ന്, അവൻ എങ്ങനെ പ്രവർത്തിച്ചു എന്ന്. റബ്ബുക, നിന്റെ രക്ഷിതാവ്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്.
ആ അലം യജാൽ അവൻ ആക്കി ആക്കിയില്ലേ ആക്കിയില്ലേ അലം അലിഫ് ഹംസ ഫത വന്നാല് ആക്കി ഇല്ലേന്ന് പറയണം അല്ലേ അല്ലേ അവൻ ആക്കിയില്ലേ കൈദഹും അവരുടെ കുതന്ത്രത്തെ ഈ തള്ളീൽ തദ്ലീൽ ضاد سكون تضليل വഴികേടിലാക്കിയില്ലേ വഴികേടിലാക്കിയില്ലേ മാഷാ അല്ലാഹ് ജസാക്കും അവൻ അയക്കുകയും ചെയ്തു അലൈഹിം അവരുടെ മേൽ തൈറൻ പക്ഷികളെ അബാബിയിൽ കൂട്ടമായി മാഷാ അല്ലാഹ് തർമീഹിം അവ അവരെ എറിഞ്ഞു തർമീഹിം ബിഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട് ചൂളക്കല്ലുകൊണ്ട് അല്ലേ ചൂളക്കല്ലുകൊണ്ട് അങ്ങനെ അവൻ അവരെ ആക്കി ഏതുപോലെ വൈക്കോൽ തുരുമ്പ് പോലെ തിന്നപ്പെട്ട മാഷാല്ലാ മാഷാല്ലാ. അപ്പൊ അസ്ഫ് എന്താ അർത്ഥം? അസ്ഫ് വൈക്കോൽ. അപ്പൊ പിന്നെ കൈത് എന്താ അർത്ഥം? കൈത് കുതന്ത്രം. മാഷാല്ലാ മാഷാല്ലാ. ഹിജാറത്ത് എന്താണ്? ഹിജാറത്തുൻ കല്ലുകൾ അല്ലെ? കല്ലുകൾ കേട്ടോ. ഹജറാണ് കല്ല്, ഹിജാറത്തിൻ കല്ലുകൾ കേട്ടോ. ബഹുവചനമാണേ. ത്വയ്റുൻ ജമ എന്താണ്? ത്വയ്റിനാണ് ജമ അല്ലെ? ത്വയ്റിനാണ് ജമ. ത്വാഇറുനാണ് ഏകവചനം. ത്വാഇറുൻ ബഹുവചനം, ത്വയ്റുൻ എങ്ങനെ? ത്വാഇറുൻ ഏകവചനമാണേ. ത്വയ്റുൻ ബഹുവചനം. ത്വയ്റുൻ ബഹുവചനം. ഓക്കെ. സ്വാഹിബുൻ ബഹുവചനം എന്താ? അസ്ഹാബുൻ. മാഷാഅല്ലാഹ്. ഹജറുൻ ജമ എന്താ? ഹിജാറത്തുൻ. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പൊ എല്ലാവർക്കും ഈ സൂറ കറക്റ്റ് ആയോ? തറവായോ? ആർക്കെങ്കിലും ഒരാൾ കൂടെ പറയുന്നോ? ഞാൻ ചെറുതായിട്ടൊന്ന് പറയട്ടെ. പറഞ്ഞു. പേരെന്താ? ഷബാന. പറഞ്ഞോളി. അലം തറ നീ കണ്ടില്ലേ എങ്ങനെയെന്ന് എങ്ങനെ പ്രവർത്തിച്ചു നിന്റെ രക്ഷിതാവ് അല്ലെ? റബ്ബുക്ക. നിങ്ങൾ പറയുമ്പോ കാ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് തന്നെ പറയണം. റബ്ബുക്ക. നിന്റെ രക്ഷിതാവ്. നിന്റെ രക്ഷിതാവ്. ആനപ്പടയാണ്. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ആക്കിയില്ലേ? അവൻ ആക്കിയില്ലേ? കൈദഹും അവരുടെ തന്ത്രത്തെ വഴികേടിലാക്കിയില്ലേ? മാഷാഅല്ലാഹ്. അർസല അവൻ അയക്കുകയും ചെയ്തു. അർസല അലൈഹിം അവരുടെ മേൽ ത്വയ്റൻ പക്ഷികളെ അബാബിൽ കൂട്ടമായി. മാഷാഅല്ലാഹ്. അടുത്തത് തെർമീഹിം അവ അവരെ എറിയുന്നു. ഈ ഹിജാറത്തിൻ കല്ലുകൾ കൊണ്ട് ചൂളയിൽ വെച്ചെടുത്ത കല്ല ചൂളക്കട്ട ഉണ്ട്. ഓക്കെ. അവരെ അവനാക്കി തിന്നപ്പെട്ട അല്ലെ? മഖൂൽ തിന്നപ്പെട്ട. അൽഹംദുലില്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈറ. അഹ്സൻതി ബാറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായി തന്നെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ സൂറ ഇപ്പൊ എല്ലാവർക്കും തറവായെന്ന് വിചാരിക്കുന്നു. ആണോ? എല്ലാരും ഒന്ന് മറുപടി പറഞ്ഞേ. ചെറുതായിട്ട് നല്ല ആയിട്ടില്ല. ഇല്ല, അതൊന്നും കൂടി നോക്കിയാലും നല്ല രീതിയിലാവും. ഒന്നും കൂടെ പറയാം. ആർക്ക് പറയാം? ഷബാനുണ്ടോ? സുമരിയ, സഫിയ പറഞ്ഞേ. ഷബാനാണ് പറഞ്ഞതല്ലേ നേരത്തെ? അല്ല, 2 ഷബാൻ ഉണ്ടായിരുന്നല്ലോ. അതാ. ഇനി ആരുണ്ട്? ഇനി ആർക്ക് പറയാം? ആരുമില്ല. സുമരിയ, ഷക്കിയ, റബിയ ആരുമില്ല. നസീറ,
ഷഹീദ ആരുമില്ല? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാവുന്നു. ആർക്ക് പറയാം? വന്നോളി, തെറ്റിയാലും സാരമില്ല. ആ എന്തോ പറഞ്ഞല്ലോ ആരോ ഒരാളൂടെ പറഞ്ഞാല് കറക്റ്റ് ആവും. അപ്പൊ ഒരു ഡൗട്ടുള്ള ആളിന് അതൊന്ന് ക്ലിയർ ആയി പോവും. ആർക്ക് പറയാം? ടീച്ചർ ഇപ്പൊ പറയുമ്പോ നമുക്ക് കിട്ടും. ഇപ്പൊ നമുക്ക് രണ്ടാമതും കിട്ടണമെങ്കിൽ 1-2 പ്രാവശ്യം കൂടി നോക്കണം. അത് ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോ റിവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ തറവാവും. ഓക്കെ. അപ്പൊ ഇന്നൊരു കാര്യം ചെയ്യുക, ഇന്ന് തന്നെ എല്ലാവരും ലീഡേഴ്സ് സബ് ഗ്രൂപ്പില് ലീഡർക്ക് നിങ്ങൾ ഈ സൂറ പാരായണം ചെയ്ത് അർത്ഥം ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് അലന്തറോ കൈഫ ഇങ്ങനെ എല്ലാവരും ഇന്ന് തന്നെ ഇടുക. കൂടെ ഒരു വെർബും കൂടെ എങ്ങനെ ജഅലയുടെ 21 രൂപങ്ങളും കൂടെ പറഞ്ഞിടുക. ചെയ്യോ എല്ലാവരും? ഇൻഷാ അല്ലാഹ് കേട്ടോ. ലീഡേഴ്സിനെ അറിയിക്കുകയാണ്, കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കുക. ഇന്ന് ഈ സൂറ തറവായിട്ട് മാറും. ഓക്കെ. എന്താണ്? ഞാൻ പറയാം. അലംതറ നീ കണ്ടില്ലേ കൈഫ ആക്കിയിരുന്നത് അലംതറ നീ കണ്ടില്ലേ കൈഫ ഫഅല എങ്ങനെ ചെയ്തുവെന്ന് റബ്ബുക നിന്റെ രക്ഷിതാവ് നമ്മൾ ചോദിക്കില്ലേ കൈഫൽ ഹാൽ എന്ന് ചോദിക്കുമല്ലോ, അത് പറഞ്ഞ എങ്ങനെ എന്താണ് സുഖം തന്നെ നമ്മൾ ചോദിക്കില്ലേ? കൈഫ എങ്ങനെ, ഫഅല അവൻ പ്രവർത്തിച്ചു, കൈഫ ഫഅല എങ്ങനെ പ്രവർത്തിച്ചു എന്ന് റബ്ബുക നിന്റെ രക്ഷിതാവ് ബിഅസ്ഹാബിൽ ഫീൽ ആനക്കാരോട് ആനപ്പടയോട്. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ്. അലം യജൽ നാം ആക്കിയില്ലേ കൈദഹും അവരുടെ കുതന്ത്രത്തെ ഫീ തദ്ലീൽ എന്താണ്? വഴിപിഴവിൽ അല്ലെ? നമ്മൾ വാലിൻ പറഞ്ഞില്ലേ, വാലിൻ വല വാലിൻ, അത് വിചാരിച്ചാൽ മതി. തദ്ലീൽ ആ വാൽ എന്നുള്ള ആ വഴിപിഴവ് വഴികേട് അത് തദ്ലീൽ എന്നുള്ള രൂപത്തിൽ എഴുതുന്നുള്ളൂ. വഅർസല അലൈഹിം അവരുടെ മേൽ അയക്കുകയും ചെയ്തു തൈറൻ അബാബിൽ പക്ഷിക്കൂട്ടങ്ങളെ. തർമീഹിം അവരുടെ മേൽ എറിയുകയും ചെയ്തു ബിഹിജാറത്തി മിൻ സിജീൽ ചൂളയിൽ ചുട്ടെടുത്ത കല്ലുകൊണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ ഫജഅലഹും നാം അവരെ ആക്കി കഅസ്ഫിൻ മഅകൂൽ തിന്നപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെ. മാഷാ അല്ലാഹ്, അഹ്സൻതി ജസാക്കല്ലാഹു ഖൈറ. അപ്പൊ അസ്ഫ് എന്താ അർത്ഥം? കഅസ്ഫ് വെറും അസ്ഫ് പോലെ അസ്ഫ് വൈക്കോൽ അല്ലെ? കഅസ്ഫിൻ വൈക്കോൽ പോലെ. ഓക്കെ. തോഇറിന് എന്താ അർത്ഥം? പക്ഷി. അതിന്റെ ബഹുവചനമാണ് തൊയ്റുൻ. ഓക്കെ, തൊയ്റുൻ. ഹിജാറത്ത് എന്താണ്? ഹിജാറത്ത് കല്ലുകൾ. അപ്പൊ കല്ലെന്നുള്ളതിന് ഹജറാണ് ഹിജാറത്ത്. ഓക്കെ. ഫഅല എന്താണ്? ഫഅല അവൻ പ്രവർത്തിച്ചു അല്ലെ? അവൻ പ്രവർത്തിച്ചു. കൈഫ എങ്ങനെ. അസ്ഹാബ് സാഹിബിന്റെ ബഹുവചനം എന്താണ്? അസ്ഹാബ്. ഇനി മറക്കോ? ബി അസ്ഹാബിൽ ഫീൽ ആനപ്പടയോട്, അല്ലെങ്കിൽ വെറും അസ്ഹാബിൽ ഫീൽ ആനപ്പട. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് ഗ്രൂപ്പിൽ എല്ലാവരും ഇത് അർത്ഥം പറഞ്ഞിടുക, പ്ലസ് ജാലയുടെ 21 രൂപങ്ങളൂടെ പറയും. ഓക്കെ ആണല്ലോ എല്ലാരും? ക്ലിയർ ആണോ? മറുപടി പറയും. 1-2 പേര് മ്യൂട്ടിന്റെ ഇതിലുള്ളൂ അല്ലേ, അതായിരിക്കും. എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് ഇവിടെ ഉണ്ടാവാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ سبحانك اللهم وبحمدك نشهد ان لا اله الا انت نستغفرك ونتوب اليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن عين لا تدمع ومن نفس لا تشبع ومن دعاء لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا واجتنابه. وربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وأقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين واستغفروه إنه هو الغفور الرحيم.
سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ടീച്ചർ നമുക്ക് 2 പരീക്ഷ ഉണ്ടാണല്ലേ, ഒന്ന് അറബിക്ക് ഒന്ന് പോകാൻ. ആദ്യത്തെ ദിവസം ഖുർആന്റെ അല്ല ഇത് അറബിക്കും, രണ്ടാമത്തത് ഖുർആനായിരിക്കും. ആദ്യം അറബിക്കായിരിക്കും കേട്ടോ. അറബിക്ക് അങ്ങനത്തെ ദിവസം വെച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് ഇതോടുകൂടി നമ്മുടെ സം1 കംപ്ലീറ്റ് ആവണം. അൽഹംദുലില്ലാഹ്. ഇനി ഇത് നമ്മള് എങ്ങനെയാ ഓൺലൈൻ ആയിട്ട് എഴുതല? ഓൺലൈനിൽ നിങ്ങൾക്ക് 9 മണിയാവും ആ ദിവസം കറക്റ്റ് രാത്രി 9 മണിയാകുമ്പോൾ ക്വസ്റ്റ്യൻ ഇടും. സാറ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ വരും. അത് നിങ്ങൾ എന്താണ് അത് നോക്കി നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് സാർ അയച്ചു തരും. അതിനെ നിങ്ങൾ കോപ്പി എടുക്കാം. ആൻസർ ഷീറ്റിന്റെ മോഡൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും. അപ്പൊ അതിനെ നിങ്ങൾ എന്താണ് വെച്ചിട്ട് പേപ്പറിൽ വേണം എഴുതാൻ കേട്ടോ. അപ്പോ കോപ്പി എടുക്കാൻ ആ സ്പോട്ടിന് പറ്റുമോ മാം? എന്താണ്? രാത്രി വരാ? രാത്രിയാണ് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾ ആൻസർ ഷീറ്റ് നേരത്തെ ഒരാഴ്ചക്ക് മുമ്പേ അയച്ചു തരും. അപ്പൊ അതിനെ നിങ്ങൾ ഓക്കെ നോക്കി ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. ക്വസ്റ്റ്യൻ 9 മണി വരെ ക്വസ്റ്റ്യൻ അതുണ്ടാവുള്ളൂ. ഓക്കെ, പ്രവറായി എഴുതാനേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും യാത്രയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ട്, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് കുറ്റിയെന്തെങ്കിലും എഴുതി അത് എന്താണ് പേപ്പർ എഴുതിയെല്ലാം പോസ്റ്റിൽ സെൻഡ് ചെയ്യാനാണ് സാറ് പറയുന്നത്. അല്ലെങ്കിൽ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ അങ്ങനെയൊന്നും ഇല്ല അല്ലെ? 9 മണി തൊട്ട് 10 മണിക്കകത്ത് എഴുതുക. അതാണ് യഥാർത്ഥ റൂള്. മനസ്സിലായോ? ടൈം രാത്രി 9 മണിക്ക് നിങ്ങൾ ഇരിക്കുക. ജോലികളൊക്കെ ഒതുക്കി എല്ലാം നല്ല സമാധാനമായിട്ട് വന്ന് സന്തോഷമായിട്ട് ഓടിയൊക്കെ പ്രാർത്ഥനയോടെ വന്നിരിക്കുക. എല്ലാം അവസാനം എളുപ്പമാക്കി തരും. ഇൻഷാ അല്ലാഹ് എഴുതി പേപ്പർ പോസ്റ്റ് ചെയ്യണം. പേപ്പർ പോസ്റ്റ് ചെയ്യാനാണ് സാർ പറയുന്നത്. നോർമലി അഡ്രസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും കേട്ടോ. വാട്സപ്പിൽ അയക്കലല്ല അല്ലെ? അത് സ്കാൻ ചെയ്ത് മുമ്പൊക്കെ അയക്കലായിരുന്നു. അത് വിദേശത്തുള്ളവർക്കാണ് അയക്കല്. ഇത് പോസ്റ്റ് വഴി നമ്മൾ അയക്കുമ്പോ സാറ് അത് ഉത്തരവൊക്കെ നോക്കി നമുക്ക് തിരിച്ചതയച്ചു തരും. മാർക്കൊക്കെ നമുക്ക് തിരിച്ച് അയച്ചു തരും. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ആർക്കും ഒരു ടെൻഷനും വേണ്ട. കുറെ ആൾക്കൊരു സംശയമുണ്ട് ടീച്ചറെ. പിന്നെ ചില ആളുകള് പൈസ ഫസ്റ്റത്തെ ടേം ഫീ അടച്ചിട്ടില്ല, അധിക പേരും. അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പൊ അവര് ടേം ഫീ അടക്കണ്ട, അപ്പൊ ഇനി എക്സാം ഫീ മാത്രം അടച്ചാൽ മതിയല്ലോ അല്ലെ? 250 ഇതെങ്കിലും അടയ്ക്കുക. അതെങ്കിലും ചെയ്യണം. കാരണം സാർ അത് തിരിച്ചയക്കണം. കുറച്ച് ജോലിയുള്ള വർക്കുള്ളതല്ലേ. അപ്പൊ സാറിന് നമ്മളൊരു ആ 250ന്റെ കൂടെ 600 കൂടി അടക്കണോന്ന് ചോദിക്കുന്നുണ്ട് ചില ആളുകൾ. സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ അൽഹംദുലില്ലാ. സാറിന് അതാണ് അവിടെ ഒരു സ്ഥാപനം, അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഒരു സ്ഥാപനത്തിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ഈ കാശൊക്കെ ആവശ്യമുണ്ട്. നിങ്ങൾ അയച്ചു കൊടുത്താല് ഉള്ളവർ അയച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ. കാരണം 250 രൂപ അടച്ചാൽ മതി അല്ലെ? ഇല്ലാത്തൊരു വിഷമിക്കണ്ട. ഇല്ലാത്തൊരു ഫീ ഉണ്ടെങ്കിൽ അയക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും അയക്കുക. അത്രേ വേണ്ടു. ബാക്കി ഒന്നും അയച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചാൽ അത്രയും അൽഹംദുലില്ലാ ഖൈർ. ഇല്ലെങ്കിൽ എന്നാലും നമുക്ക് അത്രയെങ്കിലും കൊടുക്കണ്ടേ സാറിന് വേണ്ടിയിട്ട് അല്ലെ? അത് ആ ഒരു സേവനം സാറാണല്ലോ നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് സാറിന്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ഇതിലേക്ക് എത്തിപ്പെട്ടത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയാ പഠിക്കുക പറഞ്ഞ്? വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സിലബസ് കിട്ടുമോ പഠിക്കാന്? സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡാണ് ഉള്ളത്. അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ആരോഗ്യവും എല്ലാവിധ ഖൈർ ബർക്കത്തും അള്ളാഹു നൽകട്ടെ. ജും സാറിനും എല്ലാവരും പ്രാർത്ഥനയിൽ കേട്ടോ. ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതൊക്കെ റിവിഷൻ ഞാൻ തരാം, പാഠങ്ങളൊക്കെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ പിന്നെ ഈ ഗൂഗിൾ ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സൂം വെച്ചിട്ട്
ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് റൂമിലൂടെ നിങ്ങൾക്ക് റിവിഷൻ തരുമായിരുന്നു. ടീച്ചർ ആ ടേബിൾ ഒന്ന് കിട്ടിയിട്ടുണ്ടെന്നല്ലേ നമ്മളെ ആ ടേബിൾ അത് ഉടനെ അയച്ചുതരാം. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ, മോഡല്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആയിൽ വെക്കുക കേട്ടോ. പ്രത്യേകം നമ്മൾ വലിയൊരു ഡ്യൂട്ടിയാണ് അൽഹംദുലില്ലാഹ്. ഒരു സെം 1 നമ്മൾ പൂർത്തിയാക്കിയത്. ഇന്നലത്തെ പോലെ ഇന്നലെ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത്. പക്ഷെ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നല്ല രീതിയിൽ കൊണ്ട് എത്തിച്ചു തന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ മറ്റേ ഇത് നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്തോളാം കേട്ടോ, റെക്കോർഡിങ് എൻഡ് ചെയ്തോളണേ. ഒരുപാടായി തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ എൻഡ്